ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. 36 ഒന്നാമത്തെ ചോദ്യം, വാഹനത്തിൻ്റെ മൊത്തഭാരം ഡേഷിന് മുകളിൽ വരുന്ന വാഹനത്തെ ഹെവി വെഹിക്കിൾ അല്ലെങ്കിൽ ഹെവി ഗുഡ്സ് വെഹിക്കിൾ അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നു. എത്ര ഭാരം ത്തെയാണ്? അപ്പോൾ എത്രയാണ്? 12,000 kg ആണ് ആൻസർ, ഓപ്ഷൻ സി. ഇനി രണ്ടാമത്തെ ചോദ്യം, റോഡ് ഉപയോക്താവ് എന്നാൽ താഴെ പറയുന്നവയിൽ ആരാണ് ഉൾപ്പെടുന്നത്? ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി, ഒരു വാഹനത്തിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി, ഒരു കാൽനട യാത്രക്കാരൻ. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് മൂന്നും ശരിയാണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം, ട്രാഫിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ്: എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും മറ്റു വണ്ടികളും ഗതാഗതവും ഉൾപ്പെടുന്നു. കാൽനടയാത്രക്കാരും ഘോഷയാത്രകളും ഉൾപ്പെടുന്നു. സവാരി ചെയ്യുന്നതോ കൂട്ടത്തോടെയുള്ളതായ മൃഗങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ട്രാഫിക്? മൂന്നും ശരിയാണ്. നാലാമത്തെ ചോദ്യം, ട്രാഫിക് ഐലൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഒരു കവലയിൽ ഭൗതിക വ്യവസ്ഥകൾ. ബി, വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഒരു കവലയിലോ അതിനടുത്തോ ഉള്ള ഭൗതിക വ്യവസ്ഥകൾ. 3, ഒരു വാഹനപാതയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡ് അടയാളങ്ങൾ ഉൾപ്പെടുന്നില്ല. അപ്പം ഇതിൻ്റെ ആൻസർ 1ഉം 2ഉം മാത്രമാണ് ശരി. ട്രാഫിക് അലൈൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1ഉം 2ഉം ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം, റൈറ്റ് ഓഫ് വേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? മറ്റൊരു വാഹനത്തിന് മുൻഗണന നൽകാതെ നിയമാനുസൃതമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വാഹനത്തിൻ്റെ അവകാശം. 2, മറ്റൊരു വാഹനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും റോഡ് ഉപയോക്താവിന് മുൻഗണന നൽകി നിയമാനുസൃതമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഏതൊരു റോഡ് ഉപയോക്താവിൻ്റെയും അവകാശം. 3, മറ്റൊരു വാഹനത്തിന് മുൻഗണന നൽകി നിയമാനുസൃതമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വാഹനത്തിൻ്റെയോ മറ്റേതെങ്കിലും റോഡ് ഉപയോക്താവിൻ്റെയോ അവകാശം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരി. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് മുകളിൽ തന്നിരിക്കുന്ന അതിലുള്ളത് ശരി. 6, സ്റ്റോപ്പിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് വാഹനം നിർത്തുകയോ അല്ലെങ്കിൽ യാത്രക്കാരനെ കയറാനോ ഇറങ്ങാനോ അനുവദിക്കൽ, സാധനങ്ങൾ പെട്ടെന്ന് കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ വേണ്ടി. ഒന്നുകിൽ യാത്രക്കാർ കയറുന്നതിനോ ഇറങ്ങുന്നതിനോ അല്ലെങ്കിൽ പെട്ടെന്ന് സാധനങ്ങൾ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ വേണ്ടി. അത്തരം വ്യവസ്ഥകളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. ഇതിൽ 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി മേലെ തന്നിട്ടുള്ള ഇതിൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ട്രാൻവേഴ്സ്റ്റ് മാർക്കിംഗ് എന്നാൽ ക്യാരേജ് വേയുടെ ഡേഷ് നൽകിയിരിക്കുന്ന റോഡ് അടയാളങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. കുറുകെ, ഗതാഗതത്തിൻ്റെ ദിശയിൽ, സമാന്തരം എല്ലാം ശരിയുത്തരമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കുറുകെ. ഇനി 8, റോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? പാലങ്ങൾ, തുരങ്കങ്ങൾ, ഇടനാഴികൾ, ഫെറി, ഇൻ്റർചേഞ്ചുകൾ, റൗണ്ട് എബൌട്ട്, ട്രാഫിക് ഡീപ്. 2, റോഡ് ഡിവൈഡർ, എല്ലാ ട്രാഫിക് പാതകളും, ആക്സിലറേഷൻ പാത, ഡീസലറേഷൻ പാത, മീഡിയൻ സ്ട്രിപ്പ്, മേൽപ്പാലം. 3, ഏതെങ്കിലും സ്വകാര്യ റോഡുകൾ. ഇതിൻ്റെ ആൻസർ വരുന്നത് 2ഉം 3ഉമാണ് ശരി. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഡ്രൈവറുടെ ചുമതല എന്താണ്? ഓപ്ഷൻസ്: ഒരു നല്ല നിരീക്ഷണം നിലനിർത്തുകയും റോഡിലും ട്രാഫിക്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവൻ്റെ ശ്രദ്ധ തിരിക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധ തിരിയുന്നതോ ആയ ഏതൊരു പ്രവർത്തനത്തിൽ നിന്നും ഒഴിവാകുക. കാൽനടയാത്ര, സൈക്കിൾ യാത്രക്കാർ, കുട്ടികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ ഏറ്റവും ദുർബലരായ റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധയും മുൻകരുതലുകളും എടുക്കുക. 3, അവൻ്റെ വാഹനം നീങ്ങുമ്പോൾ അല്ലെങ്കിൽ നിശ്ചലമാകുമ്പോൾ മറ്റു റോഡ് ഉപയോക്താക്കൾക്കോ ഏതെങ്കിലും വസ്തുവകകളിൽ താമസിക്കുന്നവർക്കോ ഏതെങ്കിലും തടസ്സമോ അനാവശ്യമായ അസൗകര്യം ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. യാത്രക്കാർ, മൃഗങ്ങൾ, ചരക്കുകൾ, വാഹനത്തിലെ മറ്റുപകരണങ്ങൾ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്നിവയിൽ അവൻ്റെ കാഴ്ചയ്ക്ക് തടസ്സമില്ലെന്നും കേൾവിക്ക് തടസ്സമില്ലെന്നും ഉറപ്പാക്കണം. ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ മുകളിലുള്ള 4ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ഡ്രൈവറുടെ ചുമതലകളിൽ ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: ഡ്രൈവ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ ചലനചിത്ര വീഡിയോകളോ കാണുന്നത് കുറ്റകരമല്ല.
ഡ്രൈവിംഗ് സമയത്ത് റൂട്ട് നാവിഗേഷൻ ഒഴിച്ചുള്ള ഡിജിറ്റൽ ചലനചിത്രങ്ങളും വീഡിയോയും കാണുന്നത് നിരോധിച്ചിരിക്കുന്നു. ഹൈവേകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഡിജിറ്റൽ ചലനചിത്രങ്ങളോ വീഡിയോകളോ കാണുന്നത് കുഴപ്പമില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഡിജിറ്റൽ ചലനചിത്രങ്ങളോ വീഡിയോകളോ കാണുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണോ? കാണുന്നത് നിരോധിച്ചിരിക്കുന്നു. 11. യാത്രക്കാരുമായി കാർ ഓടിച്ചു പോകുമ്പോൾ ബ്രേക്ക് വാർണിംഗ് ലാമ്പ് തെളിയുകയും ബ്രേക്ക് പെഡൽ താഴുന്നതായും കാര്യക്ഷമത കുറയുന്നതായും അനുഭവപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻസ്: വാഹനം എത്രയും പെട്ടെന്ന് സർവീസ് സെൻറ്ററിൽ എത്തിക്കും, സാധ്യമായ ഏറ്റവും വേഗത്തിൽ വാഹനം റോഡിൽ നിന്ന് മാറ്റും, വാഹനത്തിൻ്റെ വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകും, വാഹനത്തിൻ്റെ വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകും. ഇതിപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഒരുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധ്യമായ ഏറ്റവും വേഗത്തിൽ വാഹനം റോഡിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആൻസർ. 12ാമത്തെ ചോദ്യം വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. സുഗമമായ ഗതാഗതത്തിന് വേണ്ടി റോഡിനെ പല ലൈനുകളായി തിരിച്ചിട്ടുണ്ട്. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരി? 1, 2, 3 ആയിട്ട് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രസ്താവന 1ഉം 2ഉമാണ് ശരി. ശരിയായ സിഗ്നലോ റോഡ് അടയാളങ്ങളോ സൈനേജോ നൽകിയതിന് ശേഷം മാത്രം ഒരു ഡ്രൈവർ റോഡിലെ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് വാഹനം മാറ്റുവാൻ പാടുള്ളൂ. പിന്നെ റോഡിലെ ഏതെങ്കിലും ഒരു ലൈൻ പ്രത്യേകമായി ഒരു കാറ്റഗറി വാഹനങ്ങൾക്കായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ലൈനിലൂടെ ആ വാഹനം മാത്രമേ ഓടിക്കാവൂ. ഇത് 2ഉമാണ് ശരി. 1ഉം 2ഉമാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 13. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സിഗ്നലുകളോ മാനുവൽ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത തുല്യ പ്രധാനമുള്ള റോഡുള്ള ജംഗ്ഷനിൽ ഏത് കാറിനാണ് മുൻഗണന? ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനത്തിനാണ് മുൻഗണന, ചുവന്ന കാറിന്. പിന്നെ ഇതിപ്പോൾ 4 ലൈൻ റോഡാണ്. വലതുവശത്തു നിന്ന് വരുന്ന കാറിനാണ് മുൻഗണന, പച്ച കാർ. രണ്ടിനും തുല്യമായ അവകാശമുണ്ട്, ഒരു കാറിനും മുൻഗണനയില്ല. ഇതിൽ പച്ച കാറിനാണ് മുൻഗണന, അതായത് വലതുവശത്ത് നിന്ന് വരുന്ന വാഹനത്തിനാണ് മുൻഗണന. ഓക്കെ, അപ്പോൾ പച്ചക്കാർ വലതുവശത്തു നിന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സിഗ്നലുകളോ മാനുവൽ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത തുല്യ പ്രധാനമുള്ള റോഡിലെ ജംഗ്ഷനിൽ ഏത് കാറിനാണ് മുൻഗണന ഈ ഒരു ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ? അപ്പോൾ ഇത് എങ്ങനെയാണുള്ളത്? ഇതിലും പച്ച വാഹനത്തിനാണ് മുൻഗണന. കാരണം പച്ച കാറിന് നേരെ പോകണം, ചുവന്ന കാറിന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നേരെ പോകുന്ന വാഹനത്തിനാണ് മുൻഗണന ഉണ്ടാവുക. അപ്പോൾ പച്ച വാഹനത്തിനാണ് മുൻഗണന. അടുത്ത ചോദ്യം. ചിത്രത്തിലെ റൗണ്ട് അബൌട്ടിൽ ഏത് കാറിനാണ് മുൻഗണന? അപ്പം നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൗണ്ട് അബൌട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്കാണ് മുൻഗണന. എ കാർ കയറാൻ പോകുന്നതേ ഉള്ളൂ, ബി കാർ ഓൾറെഡി റൗണ്ട് അബൌട്ടിലാണ് ഉള്ളത്. അപ്പോൾ റൗണ്ട് അബൌട്ടിൽ പ്രവേശിച്ച മഞ്ഞ കാറിനാണ് മുൻഗണന. ഇതിൻ്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ട്രാഫിക് കൺട്രോൾ സിഗ്നലുള്ള ഒരു ജംഗ്ഷനിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ വായിച്ചു നോക്കുക ഓപ്ഷൻസ്. ഇതിൽ 4ഉം ശരിയാണ് ഓപ്ഷൻസ്. 4 ഓപ്ഷൻസിൽ 4ഉം ശരിയാണ്. അപ്പോൾ 4ഉം നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, പതിനേഴാമത്തെ ചോദ്യം. ഓവർടേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഇതിലും 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇത് 3ഉം ശരിയാണ്. അപ്പോൾ ഈ പ്രസ്താവനകൾ ഒന്ന് നോക്കി വെക്കുക. 18ാമത്തെ ചോദ്യം. ഇടതുവശത്തെ റോഡിൽ തിരിയേണ്ടിയിരുന്ന മിസ്റ്റർ എ തൻ്റെ കാർ 50 മീറ്ററോളം മുന്നോട്ട് പോയപ്പോഴാണ് തനിക്ക് തിരിയേണ്ടിയിരുന്ന റോഡ് കഴിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ താഴെ പ്രതിപാദിക്കുന്ന ഏത് കാര്യമാണ് ചെയ്യേണ്ടത്? വാഹനം കഴിഞ്ഞുപോയ സൈഡ് റോഡ് വരെ പിറകോട്ട് ഓടിക്കുക, റിവേഴ്സ് ദിശയിൽ പൊതു റോഡിലൂടെ ഓടിക്കാൻ പാടില്ലാത്തതിനാൽ റിവേഴ്സ് ചെയ്യരുത്, ഗ്രാമപ്രദേശങ്ങളിൽ പിറകോട്ടെടുക്കുന്നതിന് തടസ്സമില്ല, മൾട്ടി ലൈൻ റോഡുകളും ഹൈവേകളിലും പകൽ സമയത്ത് റിവേഴ്സ് ഓടിക്കാം. അപ്പോൾ വാഹനം റിവേഴ്സ് പറ്റില്ല, കാരണം ഇതൊരു പ്രധാന റോഡാണ്. അപ്പോൾ പോയിട്ട് എവിടെ നിന്നാണ് നമുക്ക് യു ടേൺ എടുക്കാൻ പറ്റുക അവിടെ പോയിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. റിവേഴ്സ് ദിശയിൽ പൊതു റോഡിലൂടെ ഓടിക്കാൻ പാടില്ലാത്തതിനാൽ റിവേഴ്സ് ചെയ്യരുത്. 19. പാർക്കിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ്?
വാഹനം നിർത്തുന്നത് നിരോധിച്ചിരിക്കുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. പരമാവധി വേഗത പരിധി 50 കിലോമീറ്ററുള്ള റോഡിന്റെ ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. കവല അല്ലെങ്കിൽ ജംഗ്ഷന് 100 മീറ്ററിനുള്ളിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. കാൽപാതയിലും സൈക്കിൾ ട്രാക്കിലും വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ഏത് പ്രസ്താവനയാണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ സി ആണ് തെറ്റ്. ഇനി നമുക്ക് ഈ ലെവലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പാർക്കിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ്? പാർക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു വാഹനത്തിന് എതിർദിശയിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. റോഡിൻ്റെ കേർബ് വശത്ത് തുടർച്ചയായി മഞ്ഞ വര ഉള്ളിടത്ത് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാത്ത ഏത് സ്ഥലത്തും വാഹനം പാർക്ക് ചെയ്യാം. കാൽനടപ്പാതയിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഈ ലെവലിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.